ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രശ്മീസ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് മഞ്ചൂരിയൻ എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ടൊമാറ്റോ ചില്ലി സോസ് കൊണ്ടാണ്. അപ്പോൾ ഞാനിന്നിവിടെ 2 റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്: ടൊമാറ്റോ ചില്ലി സോസും ബ്രെഡ് മഞ്ചൂരിയനും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ടൊമാറ്റോ ചില്ലി സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് ഒരു 4 ഇടത്തരം ഇതുപോലത്തെ ടൊമാറ്റോ ഞാൻ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈസിലെ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായിൽ ഇട്ട് കൊടുത്ത് ഇതിന് വേകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് ഒരു 1-2 പ്രാവശ്യം തിളയ്ക്കുമ്പോൾ തന്നെ ടൊമാറ്റോ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ടൊമാറ്റോ വെന്ത് കിട്ടും. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഇത് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു 2 വിസിൽ വരുത്തിച്ചാൽ മതി. അതിനനുസരിച്ച് ഇത് വെന്ത് കിട്ടും. പക്ഷെ അതിനകത്ത് വെള്ളം ഒരുപാട് മിച്ചം നിൽക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടായിൽ തന്നെ, പിന്നെ ആ വെള്ളം നമുക്ക് ഫുൾ വറ്റിച്ച് കളയേണ്ടി വരും. ഇപ്പോൾ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഇതുപോലൊരു മിക്സർ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫുള്ളൊന്ന് അരച്ചെടുക്കാം. അരച്ച് നല്ലൊരു പൾപ്പ് ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ അരിച്ച് എടുക്കേണ്ടി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ജാറിൽ ഒഴിച്ച് അതും കൂടി ഇതിലോട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമായാൽ അത് പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിനെ ആ പാനിലുള്ള നമുക്ക് കിട്ടിയ ഈ അരച്ചെടുത്ത ഈ ടൊമാറ്റോ പ്യൂറിയെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി തിളപ്പിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ടൊമാറ്റോ ചില്ലി സോസ് ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് സോസുമായിട്ടും തയ്യാറാക്കിയെടുക്കാം. അതിനാണെങ്കിൽ ഗാർലിക്കും കൂടെ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചതിന് ശേഷം അരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂറി. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുവാണ്. എത്രയാണോ നിങ്ങൾ ടൊമാറ്റോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള മുളക് പൊടി മറ്റ് ഐറ്റംസ് വേണം ആഡ് ചെയ്യാൻ. ഞാനിവിടെ 4 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം 4 ടൊമാറ്റോയ്ക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഉപ്പും എരിവും എല്ലാം പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം അവരൊരു ടേസ്റ്റ് അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും മൊത്തം ഇളക്കി കൊടുക്കാം, തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. സോസ് ഒഴിക്കുമ്പോൾ ഒരിക്കലും അതിങ്ങനെ ഇതായിപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ടൊമാറ്റോ സോസിൻ്റെ കൺസിസ്റ്റൻസി നോക്കാനായിട്ട്. ഇത് കുറുകി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് മുളക് പൊടിയും ഉപ്പും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസ് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോസിൻ്റെ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് നോക്കുക, അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മുടെ സോസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഈ ടൊമാറ്റോ ചില്ലി സോസ് വെച്ചിട്ടാണ് ബ്രെഡ് മഞ്ചൂരിയൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബ്രെഡ് മഞ്ചൂരിയൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ് മഞ്ചൂരിയൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു 4-5 പീസ് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം, ആ ബ്രൗൺസ് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ സൈസിനാണ്, തീരെ കുഞ്ഞാകാൻ പാടില്ല, ഈ സൈസിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എൻ്റെ കോൺഫ്ലവർ ഇപ്പോൾ തീർന്നു പോയി, ഞാൻ അതുകൊണ്ട് മുഴുവൻ അതിൽ ഇടുവാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ കുറച്ച് മൈദാമാവെന്ന് പറയുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊരു മാവിൻ്റെ രൂപത്തിൽ, ദോശമാവിൻ്റെയൊക്കെ രൂപത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിന് വേണം മാവ് നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ആ ബ്രെഡെല്ലാം നമുക്ക് ആ മാവിൽ മുക്കി ഇതിൽ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഓരോ പീസസായിട്ട് ആ കോൺഫ്ലവറും മൈദാമാവും കൂടിയുള്ള ആ ബാറ്ററിൽ മാവിൽ മുക്കിയെടുത്തതിന് ശേഷം ഓരോ പീസസായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മാവ് പ്രിപ്പയർ ചെയ്യുക. ഓരോന്നായിട്ട് മുക്കി എടുക്കുക. ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പീസസ് എല്ലാം തമ്മിൽ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അപ്പോൾ തന്നെ ഇളക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ പീസസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തു വയ്ക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പീസസ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഇതിനെ ഒന്നും കൂടി ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ശകലം കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം
സവാള, 1.5 സവാള, 1.5യോ 2ഓ എത്ര ബ്രെഡാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ ഉള്ളിപ്പൂവ് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കെല്ലാം കൂടി വഴട്ടിയെടുക്കാം. സവാളയും സ്പ്രിംഗ് ഓണിയനും എല്ലാം വഴണ്ട് വന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ടൊമാറ്റോ ചില്ലി സോസ് അതിൻ്റെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസാണ് ഉള്ളതെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പീസസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡ്രൈ മഞ്ചൂരിയനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ നമ്മുടെ ബ്രെഡ് മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് മഞ്ചൂരിയൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ടൊമാറ്റോ ചില്ലി സോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.